നിങ്ങൾക്ക് കുറുക്കിക്കൊള്ളുന്ന ഉത്തരങ്ങളുമായി അവർ വരികയാണ് ഹോട്ട് സീറ്റിലേക്ക്. നമസ്കാരം. നമസ്കാരം ദിയ. നമസ്കാരം. അങ്ങനെ പറയാൻ എനിക്ക് മനസ്സില്ല. ചെറിയൊരു പേടിയുണ്ടോ? അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേടി എന്ന് പറയുന്ന സാധനത്തിനോടൊന്നും ഒരു ഇതൊന്നുമില്ല. പേടിയൊന്നുമില്ല. ചെറിയ വിറവലുണ്ടല്ലോ? ഇല്ലടാ, ഇല്ല. നമുക്ക് 4 പേർക്കും കൂടി ഏതെങ്കിലും ഒരു മുറിയിൽ ഒറ്റയ്ക്ക് കിടക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഞങ്ങളുടെ ഹോട്ട് സീറ്റ് വന്ന് കാണിച്ച തോന്നിവാസങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ടോ ഈ മുഖം? രീതിയിൽ ഭയങ്കരമായിട്ട് ബെസ്റ്റ് അല്ലായിരുന്നു അത്. അയാളൊരു പാവപ്പെട്ട ഇല്ല, എനിക്ക് മനസ്സിലായില്ല. ശരിക്കും ആങ്കർ ആയതുകൊണ്ടൊന്നും വേണ്ടിയില്ല. ഇല്ല, അവൻ നല്ല ചെറുക്കനാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു റോഹന്റെ ഇന്റർവ്യൂ. അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് തെറ്റല്ലേ? അങ്ങനെ സാമൂഹ്യ പ്രവർത്തകയാന്നല്ലേ? ഞാൻ ചോദിച്ചു അവന്റെ അടുത്ത്, ഞാനൊരു ഉമ്മ വെച്ചോട്ടേടാന്ന്. ഓ എന്ന് പറഞ്ഞിട്ടാ ഞാൻ പച്ചത്തറ വിളിച്ചിട്ട് ഉമ്മ വയ്ക്കുന്നത് ശരിയാണ്? നല്ലതല്ലേ അത്? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. എന്റെ ഈശ്വര, അവന് മനസ്സിലായില്ലെന്ന്. ഒന്ന് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുണ്ട അച്ചു. ഇല്ലെന്ന്. സ്വാഭാവികമായിട്ടും അവിടെ ഞാൻ തെറി വിളിച്ചിട്ട് ഉമ്മ കൊടുത്തതല്ലേ എന്ന് ചോദിക്കുന്നതിൽ തെറ്റുണ്ട് ശാരിക. ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്തതിന് ശേഷം അവിടെ വന്ന ഓരോ ഇമോഷൻസ് ആണ് വർക്കായിട്ടുള്ളത് എന്നുള്ളത്. കൺസെന്റ് ആണ് കേട്ടോ. ഇപ്പൊ മനസ്സിലായാന്ന്. തെറിയൊക്കെ വിളിക്കേണ്ട ആളുകളെയാണ് വിളിക്കുന്നത്. അങ്ങനെ ഈ അല്ലാത്ത ആളുകളെ ഒന്നും ഞാൻ തെറി വിളിക്കാറില്ല. എങ്ങനെ വല്ല കാര്യം ഉണ്ടായിരുന്നു? സത്യം പറ. ഞങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകയാണെന്നല്ലേ സ്വയം അവകാശപ്പെടുന്നത്? അല്ല, അവകാശപ്പെടുന്നതല്ല. ഞാൻ കുറെ അധികം വിളിക്കുന്നതാണോ സാമൂഹ്യ പ്രവർത്തനം? സിറ്റുവേഷനിൽ അത് ആർക്കാണോ വേണ്ടത്, ആരാണോ ചോദിക്കുന്നത്. സാമൂഹ്യ പ്രവർത്തകൻ ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സാമൂഹ്യ പ്രവർത്തകർ എന്താണ്? സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരാളല്ലേ? പക്ഷെ എല്ലാത്തിനും ഒരു ചിട്ട ഉണ്ടാക്കി വെച്ചേക്കുന്നു. രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ ആയിരിക്കണം, സിനിമാക്കാരൻ ഇങ്ങനെ ആയിരിക്കണം, സാമൂഹ്യ പ്രവർത്തകർ ഇങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ആണിങ്ങനെ ആയിരിക്കണം, പെണ്ണിങ്ങനെ ആയിരിക്കണം, ട്രാൻസ് ഇങ്ങനെ ആയിരിക്കണം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. സ്വയം ബോധ്യമുണ്ടോ ചെയ്യുന്ന? കൃത്യമായിട്ട് നല്ല വൃത്തിയായിട്ടുള്ള ബോധ്യമുണ്ട്. The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? ഈ ഒരു പോർഷൻ കട്ട് ചെയ്യണം. തെറി വിളിക്കും എന്ന് പറയുന്ന പോർഷൻ കട്ട് ചെയ്തോളാണ് കേട്ടോ. Under the circumstances, I humbly pray for your justice, your honor. എന്റെ പ്രതിയെ തൂക്കിക്കൊല്ലരുത് പ്ലീസ്. ഡിഫൻസിന് വേണ്ടി തെറി വിളിക്കാൻ പറ്റത്തില്ല. ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചേ പറ്റൂ. ഡിഫൻസിന് വേണ്ടി ഞാൻ തെറി വിളിക്കും. നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എരപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. ഇത് കട്ട് ചെയ്തോ. ഇത് നടക്കത്തില്ല. ഇത് മാന്യതയില്ലാത്ത പരിപാടിയാണ്. നമുക്കിത് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. നീ എന്തിനാ പേഷ്യൻസ് ഇല്ലാതെ ഇതാക്കണം? നീ അവിടെ ഇരിയാതെ. പേഷ്യൻസ് ഇല്ലാതെ വരും. കാരണം നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകയാണെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വർത്താനം എന്താണ്? ചീഞ്ഞ വർത്താനങ്ങളാണല്ലോ വരുന്നത്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ഒത്തീർപ്പിനും നീ ശ്രമിക്കണ്ട. ഞാൻ അതിന് തയ്യാറല്ല. ഞാൻ പറയുന്ന ഒന്ന് നീ കേക്ക്. കേക്കണ്ട. ഇനി രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് മതി ബാക്കി. എനിക്ക് പറയാനുള്ള എന്താണെന്ന് നീ ഒന്ന് കേക്ക്. വേണ്ട ദയവായിട്ട് ഞാൻ പറയാം. വേണ്ട വേണ്ട വേണ്ട. എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്നൊരു ചൊല്ലുണ്ട്. നീ കേട്ടിട്ടുണ്ടോ? അതിപ്പോ സത്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഞാൻ സെൽഫ് ഡിഫൻസിന്റെ രാഷ്ട്രീയം പറയാം. അതായത് എന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എന്റെ അടുത്തേക്ക് വരുന്നത് എന്ത് അറ്റാക്കാണോ ഞാൻ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. വെടി പൊട്ടിച്ച ചോദിക്കും എന്താ പൊഹ പോകുന്നത്. ചെല്ലേ അധിക നേരം ഇവിടെ എനിക്ക് വല്ലതും തോന്നുമ്പോ ചെല്ലേ. നിങ്ങൾ അങ്ങനല്ലല്ലോ സാധാരണ ഇന്ന് പറയുന്നത്. എന്തിനും ഏതിനും ഒരു ചീത്ത പറച്ചിലാണല്ലോ നിങ്ങൾ. അല്ല, ഒരിക്കലും അല്ല. അതൊക്കെ ശാരിക വെറുതെ ക്രിയേറ്റ് ചെയ്യല്ലേ. ഇവനെ സൂക്ഷിക്കണം. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. അത് എനിക്ക് നേരെ വരുന്ന ആക്രമണങ്ങൾ അതിനെ ഞാൻ ഡിഫെൻഡ് ചെയ്യുന്നതാണ്. കാരണം എന്റെ നാട്ടിൽ നിയമങ്ങളില്ലേ, കോടതിയില്ലേ, പോലീസ് സ്റ്റേഷനില്ലേ? എന്നിട്ട് അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ. ഫേമസ് ആക്ട്രസ് ഹണി റോസ്, അവര് ഡിഫമേഷൻ കേസ് കൊടുത്തില്ല. അവർ തെറി വിളിക്കാൻ പോയില്ലല്ലോ, ബോച്ച ജയിലിൽ കിടന്നില്ലേ? ഈ കേസ് അതൊക്കെ ചെയ്യാനുള്ള ധൈര്യം കാണിക്കൂ. മഞ്ഞ ഏതാ ചുമല ഏതാ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത കണ്ണിന് വരുന്ന ഒരു രോഗം. അത് മഞ്ഞപ്പിത്തോടാ കൂടെ. ഈ ഡിഫമേഷൻ കേസിന് എത്രത്തോളം ആയുസുണ്ടെന്നും എത്രത്തോളം അടിസ്ഥാനം രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും വിശ്വസിക്കും. രണ്ടു വള്ളത്തിലാണ് ചവിട്ടി. അല്ലല്ല, പക്ഷെ പ്രതീക്ഷ നല്ല പേരാ. കൃത്യമായിട്ടുള്ള നിയമം ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാ. എങ്ങനെയാണ് നീതി കിട്ടിയത്? അവർക്ക് ഡിഫമേഷൻ കിട്ടി. അവരെ അപമാനിച്ച ഈ പറയുന്ന പോലെ താങ്കൾ പറഞ്ഞു താങ്കൾക്കെതിരെ വരുന്ന അപഖ്യാതികൾക്കെതിരെയാണ് താങ്കൾ പ്രതികരിച്ച്. അവർക്കെതിരെ വന്ന പോരാടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്.
ഹണി ഹണി റോസ് റോസ് പോരാടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീയാണ്. പോരാടണമല്ലോ, അതല്ലേ? പോരാടിക്കൊണ്ടിരിക്കുന്ന തോൽവി എന്ന വാക്ക് എന്റെ ചരിത്രത്തിലില്ല. സ്കൂളിൽ പോകാത്തോണ്ട് അവിടെയും തോറ്റിട്ട്